മസാല ബോണ്ടിൽ ഇഡിക്ക് വീണ്ടും തിരിച്ചടി. മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും ഇഡി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് 3 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇരുവരുടെയും ഹർജികൾ ഫയലിൽ സ്വീകരിച്ച കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചു. കഴിഞ്ഞ ദിവസം കിഫ്ബിക്കെതിരായ നടപടികളും കോടതി സ്റ്റേ ചെയ്തിരുന്നു. മസാല ബോണ്ടിനെതിരായ ഇഡി നോട്ടീസ് ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രിയും സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ചാണ് ഹൈക്കോടതി ഇടപെടൽ. ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി ഇരുവർക്കും നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് കോടതി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഭൂമി വാങ്ങാൻ കിഫ്ബി ഉപയോഗിച്ചെന്നാണ് ഇഡി നോട്ടീസിലെ ആരോപണം. എന്നാൽ ഭൂമി വാങ്ങുകയല്ല, വികസന പദ്ധതികൾക്കായി ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രിയും ചൂണ്ടിക്കാട്ടി. 2672 കോടി രൂപ സമാഹരിച്ചതിൽ 467 കോടി രൂപ ഭൂമി വാങ്ങാൻ കിഫ്ബി ഉപയോഗിച്ചതിൽ ചട്ടലംഘനം ഉണ്ടെന്നാണ് ഇഡിയുടെ വാദം. എന്നാൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം വികസന പദ്ധതികൾക്കായാണ് ഉപയോഗിച്ചതെന്ന് മുഖ്യമന്ത്രി കോടതി അറിയിച്ചു. ഈ വാദം പരിഗണിച്ചാണ് കോടതി ഇഡിക്കെതിരെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് എന്നിവർക്ക് പുറമെ കിഫ്ബിക്കും ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി നോട്ടീസ് നൽകിയിരുന്നു. കിഫ്ബിക്കെതിരായ നോട്ടീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു. സിംഗിൾ ബെഞ്ച് നടപടിക്കെതിരായ ഇഡി അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലാണിപ്പോൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഇഡി നടപടി രാഷ്ട്രീയ വിവാദത്തിനും കാരണമായിരുന്നു. കിഫ്ബിക്കെതിരെ മുൻപ് ഇഡി നടത്തിയ നീക്കങ്ങൾ നിയമപോരാട്ടത്തിലൂടെയായിരുന്നു സർക്കാരും കിഫ്ബിയും നേരിട്ടത്. സമാന നിയമപോരാട്ടത്തിന് വഴി തുറന്നിരിക്കുകയാണ് മസാല ബോണ്ടിനെതിരായ ഇഡി നോട്ടീസ്. കൈരളി ന്യൂസ്, കൊച്ചി.